വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ കണ്ടെത്താൻ മുണ്ടക്കൈയിൽ റഡാർ ഉപയോഗിച്ച് സൈന്യം പരിശോധന നടത്തുകയാണ്. ഇപ്പോഴും പുരോഗമിക്കുന്നു അവിടുത്തെ പരിശോധന. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നറിയാനാണ് ഈ പരിശോധന പ്രധാനമായും നടത്തുന്നത്. ഇതുവരെ മരണസംഖ്യ 365. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലേറെ പേരെ. ഔദ്യോഗിക സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് ലഭിച്ചു കഴിഞ്ഞു. ചാലിയാർ പുഴയിലാകട്ടെ ഇന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയ ഒരു അവസ്ഥയുണ്ട്. വയനാട് ദുരന്ത ഭൂമിയിൽ ഡ്രോൺ പരിശോധന കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മുണ്ടക്കൈയിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനവുമായി. ദുരന്തം നടന്ന പ്രദേശത്ത് മോഷണം നടക്കുന്നുണ്ടെന്ന പരാതിയിലാണ് തീരുമാനം. അനിൽ നമ്പ്യാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തത്സമയം. അനിൽ നമ്പ്യാർ, അവിടെ നിന്ന് ഏറ്റവും ഒടുവിലത്തെ കാഴ്ച, ഇനി അതിജീവനത്തിന്റെ പാതയിലാകുമല്ലോ വയനാട്? മേഖലയിൽ താമസിച്ചിരുന്നവർ ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. പക്ഷെ എങ്കിലും എന്തെങ്കിലും ആ വീട്ടിൽ തകർന്ന വീടുകളിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ഈ വെള്ളാർമല ഹൈസ്കൂൾ റോഡിൽ ആണ്. ആ റോഡിന്റെ അവസ്ഥ ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. മാത്രമല്ല ഈ ദുരന്തത്തിന്റെ ഒരു കാഠിന്യവും ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. ഈ പ്രദേശവാസികളിൽ ചിലർ ഇപ്പോ എന്നോടൊപ്പം ചേരുകയാണ്. അവരിലേക്ക് പോകാം. ഇവിടുത്തെ വയനാട്ടിലെ ടൂറിസ്റ്റ് ഗൈഡായിട്ടുള്ള രമേശ് ഇവിടെ തൊട്ട് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ വീടുണ്ട്. വീട് ഭാഗികമായി തകർന്നിരിക്കുകയാണ്. അദ്ദേഹം തൊട്ട് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. വീട് ഭാഗികമായി തകർന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. രമേശ്, അന്നത്തെ ആ പുലർച്ചെ എന്തായിരുന്നു അനുഭവം? മരിച്ചു ജീവിച്ചു എന്ന് തന്നെ പറയാം. കാരണം മരണത്തിനെ നമ്മൾ നേരിട്ട് കാണുക. അവിടെ ഉള്ളുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ മരിച്ചു ഈ നിമിഷം വരെ കിട്ടും. പക്ഷേ ആർക്കോ ചെയ്ത എന്തോ നല്ല പ്രവൃത്തിയായിരിക്കാം, പുണ്യമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പേരൻ അഗാധമായിട്ടുള്ളൊരു സൗണ്ടും കാര്യങ്ങളും ഒരു മുഴക്കവും ഒരുമാതിരി ഫ്ലൈറ്റൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നൊരു ഭീകരമായിട്ടുള്ളൊരു സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ ചാടി എഴുന്നേൽക്കുകയും വീടിൻ്റെ ബാക്കിലുള്ള ഒരു ചേട്ടൻ്റെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു വീടിൻ്റെ മുറ്റത്തിറങ്ങണ്ട, മുണ്ടക്കൈയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നണേ. നമ്മുടെ വീടിൻ്റെ ചുറ്റും വെള്ളക്കെട്ടുകളാണ്, വീടിൻ്റെ വെളിയിൽ ഇറങ്ങരുത്, ദയവ് ചെയ്ത് ഇറങ്ങരുത് പറഞ്ഞു. പക്ഷേ മനസ്സ് വന്നില്ല. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ മുറ്റത്തടിച്ച് നോക്കുന്ന സമയത്താണ് ഫസ്റ്റത്തെയാണോ സെക്കൻഡാണോ എന്ന് നമുക്ക് ആ ഒരു സമയത്ത് വെളിപാടില്ല, സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ എല്ലാം കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. തലേന്ന് രാത്രി കറണ്ടൊക്കെ പോയിട്ടുണ്ട്. ഭീകരാന്തരീക്ഷമാണ്. ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ഫാമിലി ടെറസിൻ്റെ മണ്ടിലിരിക്കുന്നു. കുറച്ചും കൂടെ ബെറ്ററും കുറച്ചുകൂടെ സേഫും അതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മനെയും കൂട്ടി ഏട്ടനെയും കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, മാറി. പക്ഷേ എല്ലാ പ്രതിസന്ധികളും കഴിഞ്ഞു. ഒരു സൈഡ് പുഴയുടെ സൗണ്ട്, മറു സൈഡ് പലരുടെയും കരച്ചിൽ, ഇതെല്ലാം അതിജീവിച്ച ഒരാളാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ തന്നെ മരിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. പക്ഷേ സെക്കൻഡ് ടൈം നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ പോലീസിനെയും കാര്യങ്ങളും 101-ലൊക്കെ വിളിച്ച് നമ്മൾ ഫയർഫോഴ്സിനൊക്കെ ഇൻഫോം ചെയ്തതാണ്. പക്ഷേ 4 മണി സമയത്ത് വീണ്ടും ഉരുളപ്പൊട്ടി. രണ്ടാമത്തെ പൊട്ടി 4 മണിക്കാണ് പൊട്ടുന്നത്. അതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സുകൊണ്ട് മരിക്കുകയാണ്. കാരണം സർവ്വസാധാരണ നമ്മൾ ഫ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ പുഴയും അരുവിയും അല്ലെങ്കിൽ ഒഴുക്കും വെള്ളക്കെട്ടുകളും മാത്രമാണ്. പക്ഷേ ഇത് മലയാണ് നേരിട്ട് വരുന്നത്. അപ്പോൾ ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇത് ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നമാണോ എന്ന് പോലും സങ്കല്പിച്ച നിമിഷം മനസ്സുകൊണ്ട് മരണത്തിലേക്ക് കൊടുത്തു. ഭയങ്കര മുഴക്കായിരുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പോഴും. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ പുലർച്ചെ 4 മണി അതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അതുമാത്രമല്ല, നമുക്ക് ബാക്കിൽ നിന്നും ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് അയൽവാസികൾ, സുഹൃത്തുക്കൾ, സഹപാഠി ആളുകൾ, അമ്മമാർ എപ്പോഴും മുഖത്തോട് മുഖം നോക്കി അത് കുഴപ്പമില്ല, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം എന്ന് പറയുന്ന ആളുകൾ പോലും ഇന്ന് മണ്ണിൻ്റെ അടിയിലാണ്. അവരെ ഒരു നോക്ക് കാണാൻ പോലും അവരുടെ ബോഡി കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി ആഫ്റ്റർ എന്ത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചോദ്യചിഹ്നം മാത്രമേ ജീവിതത്തിലുള്ളൂ. ജീവിച്ചു, ഇനി അടുത്തത് എന്തിനെക്കുറിച്ച് ചിന്തയില്ല, ഓർമ്മയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല.
രമേശ്, താങ്കളൊരു ടൂറിസ്റ്റ് ഗൈഡാണ് അല്ലേ? ഏറ്റവും ഒരു ലഷ് ഗ്രീനറി ഉള്ള ഒരു പ്രദേശമല്ലേ ഇതല്ലേ? ഇതിൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാൻ സാധിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമല്ലേ? തീർച്ചയായിട്ടും അത് ഒരിക്കലും അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കരയാൻ പറ്റുന്നില്ല ആക്ച്വലി. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വേദന. കാരണം ഞാനൊരു ടൂറിസ്റ്റ് ഗൈഡാണ് വയനാട്ടിൽ. പക്ഷേ ഒട്ടനവധി സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാളും എത്രയോ ആംബിയൻസാണ് ഞങ്ങളെ വില്ലേജ്. അതുകൊണ്ട് തന്നെ വില്ലേജ് ടൂറിസം സംബന്ധമായിട്ട് വിദേശികൾ പോലും ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് എൻ്റെ ഈ ചൂരന്മല എന്ന ഈ ചെറിയ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമത്തിലേക്കാണ്. പക്ഷെ അതിനി ഇല്ല, ജീവിതത്തിൽ അതില്ല. എല്ലാം കൊണ്ടും ഞങ്ങൾ മുരടിച്ചു പോയൊരു അവസ്ഥയിലാണ്. മാനസികമായിട്ടെല്ലാം തകർന്നു. വീടില്ല, എപ്പോഴും കാണുന്ന ആളുകളില്ല. ഇനി വേറൊരു സ്ഥലത്തേക്ക് പോയി നമ്മൾ നെല്ല് വളരുന്നത് പോലെ നമ്മൾ അവിടെ നിന്ന് വളരണം. അതിന് ഒരുപാട് സമയം പിടിക്കും. നമുക്ക് അതിജീവിക്കാൻ കഴിയും, ഈ നിമിഷം കടന്നു പോകും. പക്ഷേ ഇനി അതിന് കുറച്ച് സമയം പിടിക്കും. ഓർമ്മകളെന്നും ഞങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണിത്. കാരണം ഞങ്ങളെ വില്ലേജ് എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സഹപാഠി സുഹൃത്തുക്കൾ, എപ്പോഴും മുഖത്തോടെ മുഖം നോക്കി സംസാരിക്കുന്ന അമ്മമാർ, ചേച്ചിമാർ, അനിയത്തിമാർ, സ്കൂൾ വിദ്യാർത്ഥികൾ. എന്നെ സംബന്ധിച്ചോളം ഒരു ടൂറിസ്റ്റ് ഗൈഡിനേക്കാൾ ഉപരി പ്രകൃതിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും അതിന് വേണ്ട എന്ന് വെച്ചാൽ പ്രകൃതി പ്ലാസ്റ്റിക് ആയാലും അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം പ്രകൃതി ചിലപ്പോൾ എന്നെ എൻ്റെ ഫാമിലി എല്ലാം സേഫാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീടിൻ്റെ ചുറ്റിനും കോഫി പ്ലാന്റേഷൻ ആയിരുന്നു. ബാക്ക് സൈഡാണ് പുഴ. അതിരാവിലെ എഴുന്നേറ്റ് പുഴയിലുള്ള കുളിയും അതിനുശേഷം വിസിറ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ചൂരന്മല റാത്തപ്പാടി പുഴ എന്നാണ് പറയുക. മുണ്ടക്കയിൽ നിന്നും രൂപപ്പെടുന്ന, അതായത് മൗണ്ടയിൽ നിന്ന് രൂപപ്പെട്ട് അത് മുണ്ടക്കൈ സീതാമക്കുണ്ടിലൂടെ വന്ന് നമ്മുടെ ബാക്കിലെ ഈ വില്ലേജ് ചൂരന്മല, വെള്ളരിമല എന്നാണ് പറയുന്നത്. ഈ വെള്ളരിമല വില്ലേജിലൂടെ ഒഴുകി സൂചിപ്പാറ വാട്ടർഫാളിൽ പോയി പിന്നെ ചാലിയാറിലേക്കാണ് പോകുന്നത്. ചാലിയാറിലേക്ക് ഉത്ഭവം മുണ്ടക്കൈയാണ്. അവിടെ നിന്നാണ്, ആ മൗണ്ടനാണ് പൊട്ടി ഇവിടെ ഇത്രയും എന്താ പറയുക പ്രകൃതി താണ്ഡവമാടിയത്. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല.